ആ തീർന്ന്. രാഘോട്ടാ, ആ, എന്താ സത്യ? ഏതാ പെട്രോൾ തീർന്നു പോയി. അയ്യോ, ആ ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ അത് തള്ളിക്കൊണ്ടോണം. മോനെ വിളിക്കാറ സത്യ. ഓൻ വണ്ടി എടുത്ത് വരൂലേ, ഒന്ന് പെട്രോൾ മേടിച്ചോണ്ടിരൂലേ? അവന് വണ്ടി ഓടിക്കാറില്ലല്ലോ. ഇത്രയും പ്രായമായിട്ടാ? അവന് വണ്ടി ഓടിക്കാറിനൂടാ. എന്താന്ന് LKG പഠിക്കുന്ന പിള്ളേർ വരെ ജെറ്റ് ഓടിക്കുമ്പോഴാന്ന് സൈക്കിളും ഇതെല്ലാം ഓടിക്കും. പക്ഷെ എന്താ പ്രശ്നം അറിയാ രാഘവട്ടാ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടികളുടെ തിരക്കല്ലേ, എന്താ ഏതാന്ന് ആർക്കറിയാം. ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ സത്യ? കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്താൻ പറ്റുമോ? അത് പറ്റില്ല. എന്തെന്നത് എവിടെ ഇനിയിപ്പോ പെട്രോളിന് ഇപ്പൊ എന്ത് ചെയ്യുന്നപ്പോ ഞാൻ ആലോചിക്കുന്നത്. ഒരു വഴിയില്ല, ആളെ കൊണ്ടുപോലേ വഴി. ഏ ഒന്നുകിൽ കൊണ്ടുപോവാ, അല്ലെങ്കിൽ പെട്രോൾ മേടിച്ചിട്ട് വരാം. എന്നാ ശരി ട്ടാ. അല്ല, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, എന്റെ പമ്പ് ശരിക്കും വെള്ളം എടുക്കുന്നില്ല. ഇടക്കിടക്ക് വരുന്നു, പിന്നെ നിൽക്കുന്നു. അതൊന്നും നീ ശരിയാക്കി തരാന്ന് നീണ്ട് പറയുന്നു. ഞാനെന്താ വെച്ചാലേ കുട്ടിക്ക് സുഖം ഉണ്ടായില്ലേ, അതാണ്. എന്ന് സുഖേട്? ഓന് പനിയൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടായി. ഓനത് പനിയാ, ഡോക്ടറെ തോൻ പോവില്ലേ? അല്ല, ഓൻ കുട്ടിയല്ലേ, ഓൻ അതിനുള്ള പ്രായമായില്ലോ. എന്തെന്ന് 10-26 വയസ്സായില്ലോ? അതായി 26 ഞാൻ വരാം നോക്കട്ടെ, പോയി ചെയ്യാട്ടാ. ഞാൻ വേറെ ആരും വിളിക്കില്ല, സത്യനെ അല്ല. ഞാൻ വരേ മറക്കല്ലാട്ടാ. ഇല്ലല്ല, ബുദ്ധിമുട്ടില്ല, വരാം. വലിയ ബാല്യക്കാരനായി. മക്കളെ വീട്ടിലിട്ട് പൂട്ടി വളർത്തിയാല് ശരീരേ വളരുള്ളൂ, മനസ്സ് വളരുക. അമ്പാടിയെ, ഇടയ്ക്കൊന്ന് എന്റെ ശരീരം എടുത്ത് മറച്ചിട. ഇങ്ങനെ കടന്നാലേ അതുമ്പിൽ ഒട്ടിപ്പിടിക്കും. അച്ഛനും അമ്മയ്ക്ക് ഒരു ചെല്ല പയ്യനല്ലേന്ന് കരുതിയിട്ടേ അവരിങ്ങനെ കൊഞ്ചിക്കണമെന്ന് കരുതി മുതലാക്കല്ലടാ. അമ്മ, എന്റെ പ്രായത്തിലുള്ളവരൊക്കെ അധ്വാനിച്ച് ജീവിക്കുക. ഔ, അപ്പൂപ്പൻ എന്തിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ല മണ്ടു, എന്താ ഈ പാല് കപ്പില് കൊടുക്കണ്? ഒരു കുപ്പിയിൽ നിപ്പിളിട്ട് കൊടുക്കണി, ഈമ്പി കുടിക്കട്ടെ. അച്ഛനത് എന്താ, കുട്ടി കുടിക്കട്ടെ. കുട്ടിയാ? പിന്നെ അല്ലാതെ. ചൂടുണ്ട്. ചൂടില്ല, ഊണ്ടി കുടിക്ക്. അമ്മ മാറ്റിയതല്ലേ ഇപ്പൊ. ബിസ്ക്കറ്റ് ഇല്ലേ? ബിസ്ക്കറ്റ് ഇപ്പൊ അച്ഛൻ കൊണ്ടുവരും. എന്റെ അമ്മ അച്ഛനും പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ഒതുങ്ങിയിരിക്കാനൊന്നും പറ്റില്ല. ആ പാല് കുടിച്ചിട്ടേ ആ പട്ടത്തണ്ടൊക്കെ ഞാൻ ആ പെരയുടെ പുറകിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വെട്ടിയിട്ട് വെയിലത്തിട് എല്ലാം കിടും. അച്ഛനത് എന്താ പറയണ? കുട്ടിയുടെ കൈയേറ്റ് മുറിയും. അവൻ അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. മോനൊന്നും ചെയ്യണ്ട, മോനത് കുടിക്കേ. അച്ഛനോട് പണ്ട് കുറച്ച് ബദാമും കൂടി മേടിക്കണം. അതെ, ഞാൻ ഇത്തിരി വെള്ളം കോരാൻ പോവാണ്. അമ്മോട് സ്നേഹം ഉണ്ടെങ്കിലേ അമ്മയുടെ കൂടെ പോയിട്ട് 2 കുടം വെള്ളം കോരി കൊടുക്ക്. അച്ഛൻ എന്താ കുട്ടിയുടെ നടു വെട്ടിയാലോ? മോൻ ഇവിടെ ഇരുന്നത് കുടിച്ചാൽ കേട്ടോ. മുത്തശ്ശൻ പോയിക്ക, ഞാൻ പോവില്ല. അതിൽ പാലുണ്ട് പൂപ്പ. എന്താ കാണിക്കുന്നേ അമ്മ? അപ്പൂപ്പ, അപ്പൂപ്പ എന്താ കാണിക്കുന്നേ? അച്ഛാ, അപ്പൂപ്പ വല്ലാണ്ട് വേദനിപ്പിക്കുന്നേ. അതേ, ഞാൻ അവനെ എക്സസൈസ് ചെയ്യിപ്പിക്കാനേ. അങ്ങനെ ഇളകാണ്ടിരുന്ന ശരീരം ഉറച്ചു പോവും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിസ്ക്കറ്റ് മേടിച്ചാ? ബിസ്ക്കറ്റ് വാങ്ങിട്ടാ. ചായ കുടിച്ചടാ. കുടിക്കാൻ സമ്മതിക്കില്ല. അപ്പൂപ്പത്തെ എന്റെ അടുത്ത് മേടിച്ച് അവിടെ വെച്ച്. ഈ പാല് കുടിച്ചോട്ടെ കുട്ടിയെ. പാല് കുടിച്ചോ, ആരോഗ്യമൊക്കെ വേണം. കാരണം അധ്വാനിച്ച് കുടുംബം നോക്കേണ്ട ആളല്ലേ. നീ ഇത് എന്ത് കണ്ടോണ്ട്? എല്ലാവർക്കും ഉണ്ട് മക്കള്, ഒന്നുള്ളൂ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ലാളിക്കരുത്. അവനെ 10-26 വയസ്സായി. ഞാനൊരു കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണ്ടേ? വേണം. അതിങ്ങനെ ലാളിച്ചിങ്ങനെ വഷളാക്കിയിട്ട് വീട്ടിലെങ്ങനെ ഇരുത്തി അവൻ എന്ത് പണിക്കാ പോവാ? അവനിപ്പ പണിക്ക് വിടണം. എന്താ ചാച്ച എന്തൊക്കെ പ്രാന്തായി പറയണ്? ഇവിടെ ഈ പണിക്ക് വിട്ട് കഴിഞ്ഞാൽ വെറുതെ കുട്ടി കറുത്ത് കരിവാളിച്ച നാശമായി പോവും. എന്തിനായിരുന്നു നിൽക്കണം? അതിനപ്പോ നമ്മൾ അവനെ വളർത്തിയത്. എടാ, നിന്റെ ഭാര്യയുടെ എന്റെ ഒക്കെ കാലം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവൻ എങ്ങനെ ജീവിക്കുക? അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എങ്ങനെയാലും ജീവിച്ചോളും. ഇതെന്താ? അതെ, അപ്പൊ ഇപ്പൊ 10ാം ക്ലാസ് പഠിച്ചാണ്. നമ്മുടെ ഇവിടെ ഇപ്പൊ അവന് പണി കിട്ടുകയാണെങ്കിൽ വല്ല തെങ്ങുമ്പക്കാരിലോ
മണ്ണ് കളക്കലോ വല്ല കമ്പനിയിലേക്കാവും എന്നുള്ള പേടിയില്ല എനിക്ക്. അന്ന് വേണം അതൊന്നും പറഞ്ഞ വേണ്ടടാ ഇവിടോക്ക് അവന് ദുബായിക്ക് പഠിച്ചു വിട്. എവിടെ? ദുബായിലെ. എടാ ദുബായിലെ AC ആണ്. പിന്നെ അവിടെ വല്ല ബേക്കറിയിലോ കടയിലോ മാളിലൊക്കെ നിൽക്കണമെങ്കിൽ ഫുള്ള് AC ആണ്. അധികം പണിയെടുക്കണ്ട, ശമ്പളവും കിട്ടും, അവനൊരു ഉത്തരവാദിത്വം വരും. എന്തിനപ്പോ അതിന്റെ ആവശ്യം? അപ്പൊ നിങ്ങളുടെ കാലം കഴിഞ്ഞ് അവന് ജീവിക്കണ്ടേ? അതൊക്കെ ജീവിക്കച്ചാ, അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അല്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അവനെ ഗൾഫിലേക്ക് വിടണം. നമ്മുടെ കോയക്കല്ലേ? കോയക്കേ? കോയ. കോയ? മക്കള് ദുബായിലുള്ള കോയ. കോയ? ആ കോയനെ ചെന്ന് കണ്ടിട്ട് ഇവന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാ അവന്റെ മക്കളുടെ ബേക്കറിയിൽ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരും. അച്ഛാ ദുബായിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ട് എവിടെ നല്ല അധ്വാനിക്കണ ജോലിയൊക്കെ ആവും ചിലപ്പോ കിട്ടുക, നമുക്ക് അറിയില്ല. വല്ല പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ അവിടുത്തെ സമാധാനം ഉണ്ടാവോ? അതെ, തൊള്ളയിൽ വെച്ചു കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് തിന്നും. ആരും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ വയറ് കായുമ്പോ തെണ്ടി തിന്നോളും. അച്ഛൻ എന്തൊക്കെയാ പറയണേ? അവനെ ഗൾഫിലേക്ക് പറഞ്ഞയക്കണം. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇതിന്റെ പേരക്കുട്ടിയാണ്. അതിനൊന്നിനും പറ്റാത്ത ഒരുത്തനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പൊ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾക്കുള്ള പണിയാണ് ഇപ്പൊ വേണ്ടത്. ആ ഓർക്കിപ്പോ കൈത്തൊഴിൽ എന്തിനൊക്കെ അറിയോ? കൈത്തൊഴില് അങ്ങനെ കൈത്തൊഴിലൊന്നും അറിയില്ല. ഒന്നും അറിയില്ല. അതൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് അവിടെ വലിയ ഈ വെയിലൊന്നും കൊള്ളാത്ത രീതിയിലല്ലേ, ശരീരത്തിന് വലിയ അധ്വാനൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാലേ. അപ്പൊ അധ്വാനിച്ചിട്ടുള്ളത് വേണ്ട. അധ്വാനിച്ച് അത് നമുക്കൊരു വിഷമല്ലേ. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ പോയിട്ട് അധ്വാനിക്കുകയും കൂടി ചെയ്താ സങ്കടല്ലേ? പിന്നെ സങ്കടമുള്ള കാര്യം തന്നെയാണ്. ഈ ഗൾഫ് എന്ന് പറഞ്ഞാലേ നമ്മുടെ വാപ്പ കാരണവന്മാരുണ്ടാക്കിയിട്ടുള്ള ഓഫീസും സ്ഥലമൊന്നല്ല. അത് നമ്മുടെ രാജ്യന്മാരത്തെ വേറെ രാജ്യം. അവിടെ അങ്ങനെ ചെന്നാല് എന്താ കിട്ടുന്ന വെച്ചാ ചെയ്യല. പിന്നെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസവും സംഗതിയൊക്കെ അനുസരിച്ച് ഓരോരോ സ്ഥലത്ത് ചെന്ന് അന്വേഷിക്കാം. നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പോയ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് നന്നായിട്ട് പണിയെടുത്തിട്ടാണ് ഇപ്പൊ അവിടെ പിടിച്ചേക്കണേ. ഇനിയിപ്പൊ അവിടെ പിടിച്ചേക്കണ്ട, അത് തിരി പിടിക്കണ്ട. 500 ചില്ലാനും ഉറുപ്പിയുടെ മുതല ഇപ്പൊ ഇങ്ങനെ വളർത്തി കൊണ്ടുവരാ. ഓനോട് പറയാ ഇപ്പൊ ഗൾഫിലേക്കൊക്കെ പോവാ ആഗ്രഹമുണ്ട്, മോഹമുണ്ട് വെച്ചാലേ അവിടെ ഒന്നും ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ എന്ന് പറഞ്ഞ ഇപ്പൊ കൊറേ കൂടിയൊക്കെ ഗൾഫിൽ ഡിമാൻഡ് ഈ വെൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ. വെൽഡിങ്ങിനൊക്കെ നല്ല ഡിമാൻഡാണ് ഇപ്പൊ അവിടെ. കണ്ണിലേക്ക് അതിന്റെ പ്രകാശമൊക്കെ വരുമ്പോഴേ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരില്ലേ? ശരി. ആ വെൽഡിങ്ങിന്റെ ആ ലൈറ്റ് അത് വലിയ ബുദ്ധിമുട്ടാവും. കണ്ണൊക്കെ ചോരക്കും ചിലവർക്ക്. ആ ഇടങ്ങളാണ് അല്ലേ? പിന്നെ 10ാം ക്ലാസ്സും അല്ല അങ്ങനല്ല ഞാനേ, അങ്ങനല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ കുട്ടികളെ എന്തെങ്കിലും കൈത്തോലൊക്കെ പഠിപ്പിച്ചിട്ടേ അപ്പൊ നമുക്ക് ആലോചിക്കാട്ടോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയാലോ? ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇതേതാ നല്ല പുളിമാങ്ങയാണല്ലോ. നല്ല വീടുള്ള മാങ്ങ ഈ ഇന്നല്ല. എന്നാ ശരി. ആയിക്കോട്ടെ. നമ്മുടെ ആൾക്കാർക്ക് ഒരു പണിയും തൊഴിലും ചെയ്യാത്തവന് പണി കൊടുക്കലാ പണി. മേലെങ്ങാനും പറയില്ല, കണ്ണും ചോരൊക്കെ കരുത്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നോക്കല്ലേ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാത്തതാണ്. നീ എണ്ണ ഉണ്ടാക്കല്ലേ എന്നോട് കേട്ടാ. മന്മഥനെ ഞാന് അധ്വാനിച്ച് പൈസ നിനക്ക് കൊണ്ട് തരണുണ്ട്. വൈകിട്ട് കുടിക്കാതെ വരണോ കുടിച്ചിട്ട് വരണമെന്ന് ഞാൻ തീരുമാനിക്കും കേട്ടാ. ഞാനാണ് നിന്റെ ഭർത്താവ്, നീ എന്റെ ഭർത്താവല്ല. പറയണത് കേട്ടാ മതി. ഇടറി ചൂലേ വെച്ചൊരു പോടി പോണ്. ഉണ്ണിയേ എന്ത് തേങ്ങടാ ഈ ചെയ്യണത്? ഇതെന്താ നീ ദീപാവലിക്ക് കമ്പത്തിൽ കത്തിക്കണ? എന്നിട്ട് എന്താ പറഞ്ഞ ഈ അളവ് 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 ഇത് എന്ത് തേങ്ങയ്ക്കാണ് വെച്ചേക്കണ? ഇത് ഇങ്ങനെ ചരിഞ്ഞിരിക്കലടാ. നീ എന്ത് വായി വെക്കണ്ടാ? നീ അല്ല
അളവ് മാറിപ്പോയി. സാമാനങ്ങൾ ഓരോന്ന് ഉണ്ടാക്കണത് മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ എന്റെ മാറും. കണ്ണി കണ്ടവന് അവസാനം ഇത് നഷ്ടപരിഹാരം ഞാൻ കൊടുക്കേണ്ടി വരും. അളവ് വെക്കണ തേങ്ങ അളവ് ഇത് വെക്ക്, ലെവല് നോക്ക്, ലെവല് നോക്ക്, ലെവല് നോക്ക്. ഇത് ഇന്ന് വൈകിട്ട് കൊടുക്കാനുള്ള സാധനമാണ്. ഇടാ കഷ്ടമാണ് കഷ്ടം. അതിനിടയ്ക്കാണ് ഒരുത്തി എന്നെ വിളിക്കണ്, വൈകിട്ട് കുടിക്കാതെ പറഞ്ഞു എന്റെ അടുത്ത്. ഹരീഷേ ഇങ്ങടാ, നിന്റെ പെണ്ണുമ്പോൾ നിന്റെ അടുത്ത് പറയുവോ വൈകിട്ട് അടിക്കാതെ ചെല്ലണമെന്ന് പറയുവോ? പറയൂടാ. ഈ പൊട്ടക്കണ്ടിൽ തവള അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ പോലെ ഓടാതെ എന്തെങ്കിലും പണിയെടുക്കാൻ നോക്ക്. ഒരാള് ഇയാളുടെ പണിയാണ് ഇപ്പൊ 4 ആള് ചെയ്യണത്. വെറുതെ ശമ്പളം കൊടുക്കണോ? സത്യപാല ഞാനേ മറ്റേ പ്യാരി വെള്ളി വെച്ച കണക്കിന് അങ്ങോട്ട് മാറ്റിക്കണ മനുഷ്യ ഇരിക്കണത്. ഞാൻ മറ്റേ പ്യാരി പറഞ്ഞിട്ടേ സംഭവം എന്താ വെച്ചാൽ സത്യം പറയാലോ, ഇവിടെ ഇപ്പൊ തന്നെ പണിക്ക് ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. അതിനുള്ള പണിയില്ല. പിന്നെ പരാജിതൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ആള് എടുക്കുന്നത്. ഇതാണിപ്പോ കുട്ടിയെ പഠിക്കൊക്കെ നിങ്ങളാ? അല്ല ഞാനല്ല, ഇത് മോനാണേ. കുട്ടി ഇതാ കുട്ടി. ഇവനെന്താ വെച്ചാല് നമുക്ക് അതൊന്ന് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതെ, ഒരു 6 മാസം. 6 മാസം വേണല്ലേ? 6 മാസം വേണം. അതിനുള്ളിൽ തീരില്ല, അത് കുറഞ്ഞതാണ്. 6 മാസം വേണം. ഇവരോട് നല്ല വെൽഡറാക്കിട്ട് ഞാൻ അങ്ങോട്ട് തരും. ഗൾഫിലേക്ക് പോകാനുള്ള ഏർപ്പാടൊക്കെ ശരിയായി വരുന്നുണ്ട്. 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം എമ്മൻ ദുബായ് ഷേഖിന്റെ വീട് വെൽഡ് ചെയ്യും. എടാ ഇങ്ങനെയാണോ പോയി ഇത്ര നേരം? എന്തെങ്കിലും ഒരു കാര്യത്തിന് പറഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്തം വേണേ. ഉത്തരവാദിത്തം ഇല്ലാത്തോണ്ട് ഇപ്പൊ വന്ന് നമ്മള് എത്ര നേരായി കിട്ടാതെ. എടി ഇത് വലിയ പൈസന്റെ സാധനല്ലേ? ഇത് 450 രൂപ ഉള്ളൂ. 450 ഉറുപ്പിനെല്ലാം കുടിക്ക ഇഞ്ഞാരാ? അപ്പൊ ഇനി ബീവറേജ് പോയിക്കില്ല? ഇന്ന് 1-ാം തീയതി അല്ലേ? 1-ാം തീയതി എങ്ങനെ വിവറേജ് ഇരിക്കണത്? ഇത് ഇടുന്നപ്പോ ശങ്കുണ്ണി ഉണ്ട് അവിടെ. മൊബൈൽ ശങ്കുണ്ണിയാ? ഇഞ്ഞ പറ്റിച്ചാ തന്നെ. പറ്റിച്ച് ടച്ചിങ്സ് എടുക്കടോ. നിങ്ങൾ അതാ മറന്നു പോലെ. നിങ്ങൾ 450 രൂപ എനിക്ക് തന്നിട്ടുള്ളൂ. 450 സാധനം കൊണ്ട് തന്നിട്ടുണ്ട്. അത് വാങ്ങിയിട്ടില്ല, മാങ്ങാടാ കടന്ന് വന്നു കഴിഞ്ഞ്. എന്റെ വേറെ പൈസ ഇല്ലായിരുന്നു. ഇനി ഒരു കാര്യം, മറ്റേ മന്മഥന്റെ വീഡിയോ പോയി ടച്ചിങ്സ് എടുത്തു. അവിടെ പോയ പിന്നെ അവിടെ പൈസ കൊടുക്കണ്ടേ കടയില്? അവിടെ പൈസ മാത്രം ഇനി പോയി എടുത്തെങ്കിൽ പോരി. എടുത്തോണ്ട് പോരാ. അതെങ്ങനെ? ഇനി പുള്ളിന്റെ വീഡിയോ ഇപ്പൊ കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക, എന്നിട്ട് സാധനം എടുത്താൽ മതി. പുള്ളി ഒന്നും പറയല. അപ്പൊ എടുക്കുന്ന സമയത്ത് പൈസ വെച്ച് എന്ത് ചെയ്യും? എടുക്കുന്ന സമയത്ത് പൈസ ചോദിച്ചാൽ ഇനി എടുക്കുമ്പോ ഇത് എടുക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ പുള്ളിക്ക് ഉണ്ട് എന്ന് പറയുന്ന പോലെ. പുള്ളിന്റെ ക്യാരക്ടർ അതാ. പഴയ പോലെ മധുരമൊന്നുമില്ല, ചമർപ്പ്. ഉണ്ണി അതവിടെ കളയല്ലേ. അത്ര വിഷ 12. രണ്ടുണ്ടായിനി എവിടെ പോയി? രണ്ടില്ല, ഇപ്പൊ കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പൊ നമ്മ പറഞ്ഞ കാര്യം നോക്കല്ലേ? 1-2 കാര്യങ്ങൾ ചെയ്തു തീർക്കാറ്റ്. ഞാൻ പിന്നെ വരാം. ശരി. മോനെ, ആ ചേട്ടൻ കളഞ്ഞ കുപ്പിയില്ലേ, അതൊന്നും ഇങ്ങ് എടുത്ത് തന്നേരാ. അത് വലിച്ചെറിയാനുള്ള കാര്യങ്ങളല്ല. അതല്ലേ ഞാനിവിടെ ഇവിടെ വേസ്റ്റ് എല്ലാം കൂടിയിട്ടേ വൈകുന്നേരം ഒരുമിച്ച് അങ്ങോട്ട് കളയാം. ഭയങ്കര ചൂടല്ലേ? ഇനി ഇതിലും ചൂട് കൂടുമെന്നാ പറയണേ. വെയിലത്തൊന്നും ഇറങ്ങണ്ട കേട്ടാ. തണലുണ്ട് ഇവിടെ. സുഖല്ലേ? സുഖം. മോൻ എവിടെ താമസിക്കുന്നേ? അയ്യോ, എന്റെ അച്ഛൻ അറിയില്ലേ? പള്ളിയിലുള്ള സിദ്ധാർത്ഥന്റെ മോനാ നീ? മൂത്ത മോൻ. അത് ശരി. എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അച്ഛൻ ഇപ്പോ ഇതൊക്കെ ഉണ്ടോ? ഇപ്പൊ കുറവാ, കണ്ണ് തെറ്റിയാ. നിങ്ങളുടെ ശ്രദ്ധ വേണം. ഇനിയിപ്പോ മക്കളെ നിയന്ത്രണത്തിൽ അച്ഛന്മാര് നിക്കണം, ഇല്ലെങ്കിൽ അവൻ ഇച്ചിരി കുഴപ്പോ. എന്താ വേണ്ടേ? അല്ല ഇതെന്താ സാധനം? അത് കപ്പ. കപ്പ അല്ലേ? എരിവുണ്ടോ? നല്ലതാ. എരിവുണ്ട്. ഇത് വേറൊരു സാധനമാണ്. ഇത് എരിവുള്ളതാ അല്ലേ? അതെ. കപ്പലണ്ടി, വറുത്ത റോസ്റ്റ്. അങ്കിളെ, ഇത് എടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കയ്യില് പൈസ ഇല്ല, അതാണ്.
പിന്നെ ഏ. അച്ഛനോട് എന്റെ അന്വേഷണം പറയണം. പറയാം. ഞാൻ ഒരു ദിവസം വീട്ടിൽ വരുന്നുണ്ട് കാണാൻ. കുറെ ആയി. വരണം വരണം. ഞാനും വാട്ടർ അതോറിറ്റി ഇരുന്നപ്പോ എല്ലാം എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള. ആ അപ്പൊ പറഞ്ഞ ഇത് ശ്രദ്ധിച്ചോളണം കേട്ടോ. അത് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ. ശരി. താങ്ക് യു. ഇത് എന്ത് വർത്താനം പറഞ്ഞ നാരായണ നമുക്ക് അറിയാത്താണ്. നീ കേറി ചോദിക്കണ ചേക്കാ നീ. ആ നീ ധൈര്യമായിട്ട് ചോദിക്കേ, ഒരു കുഴപ്പമില്ല. ഇതെന്താ വായു ഗുളിക മേടിക്കാൻ പോവാണ്? അതെ നീ ചോദിക്കാൻ അവർ തരും നമുക്ക്. എന്താ മതിമ കേട്ടോ, പത്രവായനയാണല്ലോ. എന്താ വിശേഷമൊക്കെ? നല്ല വിശേഷം. ഇത് പത്രം എടുത്തു കഴിഞ്ഞാല് കംപ്ലീറ്റ് കൊല്ലും കൊല്ലുകയുള്ളൂ. ഒന്നും പറയണ്ട. നമ്മുടെ നാടിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രവർത്തനവും പരിപാടികളൊക്കെ? പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് പോണു. ഇപ്പൊ നാം വന്ന കാര്യം എന്താ വെച്ചാലേ, ഇപ്പൊ നമുക്ക് ഇലക്ഷൻ എടുക്കാണല്ലോ. അപ്പൊ ഈ ചുമര എഴുത്തും ഇപ്പൊ ഈ പോസ്റ്റ് ഒട്ടിക്കലും പരിപാടികളൊക്കെ തുടങ്ങാറായി. അപ്പൊ നിങ്ങളുടെ ആ മതിലിന്റെ അവിടെ നമ്മളിപ്പോ പാർട്ടിയുടെ നിർദ്ദേശം എന്താ വെച്ചാല്, നിങ്ങളുടെ മതിൽ ഇപ്പൊ നമ്മുടെ പാർട്ടിക്ക് എടുക്കാന്നുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. ഈ കണ്ണി കണ്ട പാർട്ടിക്കാരൊക്കെ വന്നിട്ട് എഴുതി കഴിഞ്ഞാൽ അത് മോശമാണ്. നമ്മുടെ ആവുമ്പോ നിങ്ങൾക്ക് ഒരു നിലമൊലി ഉണ്ടല്ലോ. നമ്മുടെ പാർട്ടി എടുത്തേക്ക് മതിൽ എന്ന് പറയാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി. എന്താ ഒരു മ്ലാനത ഉണ്ടല്ലോ കുഴപ്പമില്ല. ഇല്ല. അപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാ തീരുമാനിക്കല്ലേ? ആൾക്കാർ പറഞ്ഞുറപ്പിച്ച സന്തോഷത്തിന് കുറച്ച് കടല തിങ്ങി നിങ്ങള് കഴിക്കും. നിങ്ങള് എന്താ വേറെ ഇരുന്നിട്ട് ചവച്ചിരിക്കാലോ. ശരി എന്നാ. സന്ധ്യേ കണ്ണീരിനും സന്ധ്യേ സന്ധ്യേ. എപ്പോഴും കിണർ വൃത്തിയാക്കാൻ ക്ലബിന്റെ പൈസ ഒന്നുമില്ല കേട്ടോ. ഞാനെന്ന് കിണറാക്കുന്നില്ലേ? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വീണ്ടല്ലേ ക്ലബ് ഇത് വൃത്തിയാക്കിയത്? അത് ഞാൻ ആരോ തള്ളിയിട്ടാണ്. ആര് തള്ളിയിട്ട്? ചാത്തൻ. ചാത്തൻ സാധനം വാങ്ങിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നല്ല സാധനം വാങ്ങിച്ചടിക്കാൻ നോക്കും? മാറിയിരിക്കും. നീ വയനാട് ഓ അടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം വീണതാ. പൂടി പൂട്ടിയാ? പൂട്ടി. പൂട്ടിയല്ലേ? എന്താ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കണേ? വീട്ട് കളിച്ചിട്ട് എന്റെ പൈസ എല്ലാം പോയിട്ടു. പിന്നെ കളിക്കാണ്ടിരുന്നാ പോരെ? കളിക്കാണ്ടിരിക്കാൻ പറ്റില്ലപ്പാ. അയ്യോ ഷീട്ട് കളി ഒന്നും കളിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ 2 എണ്ണം അടിക്കാൻ വിചാരിച്ചിന്, ഒരു രക്ഷയില്ല. അതെല്ലാം അതില് പോയി. ഒരു 500 രൂപ. അത് കടയില് കച്ചവടം ഒന്നുമില്ല രാഘവേട്ടാ. 200 രൂപ. 200? 200 ഇല്ല, ഒരു 100 രൂപ തരാം. 100 തരാം. 100 ഉള്ളൂ എന്റെ കയ്യില്. ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇല്ലില്ല. വൻപതാ, നമുക്ക് 2 എണ്ണം അടിച്ചാലോ? പോവാ, നമുക്ക് എന്തെല്ലോ വർത്താനം പറയാൻ. അതെ, എനിക്ക് നാളത്തെ ഒരു കുറച്ച് ഒരുക്കങ്ങളുണ്ട്. എന്താണ്? നാളെ നമ്മുടെ ആരോമലിൽ ഒരു പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. ആരോമലിനെ? അതെയാ? അതെ. എവിടെ പെണ്ണ്? വെണ്ണലയിലാ. അതെയാ? ഞാൻ വരട്ടാ. എവിടേക്ക്? പെണ്ണാണ്. ആരോമലിന്റെ ആണ്. അതെ, ആരോമലിന് തന്നെ. അതിനെന്താ ബുദ്ധിമുട്ടുണ്ടാ? ഇല്ല. എത്ര മണിക്ക് പോകുന്നു? 9:30 പോണോന്നാണ് ഞങ്ങൾ സമയം വെച്ചേക്കണേ. 10 മണിക്കായിക്കൂടെ? 10 മണിക്ക് എനിക്ക് ഈ രാത്രി 2 എണ്ണം അടിച്ചിട്ട് കിടന്ന ലേശം അധികം ഉറങ്ങിപ്പോവും. 10 മണിയായാലോ? ഞാൻ 10 മണിയാകുമ്പോൾ റെഡി ആയിട്ട് വരും. ശരി എന്നാ. അമ്മ, ഈ അച്ഛനെന്താ കാട്ടണ അവിടെ? ഒന്ന് വിളിച്ചു നോക്കി അമ്മ. എടി, ഇപ്പഴല്ലേ ഞാൻ വിളിച്ചേ. ഇപ്പൊ വരാന്ന് പറഞ്ഞു കേട്ടില്ലേ? എന്തൊരു പുറപ്പാടാണ് അച്ഛന്. എനിക്കറിയില്ല, സാധാരണ പെണ്ണുങ്ങൾക്ക് സമയം വേണ്ടെന്ന് പറയും. ഇതിപ്പോ ഇവിടെ നേരെ തിരിച്ചാ. ഞാൻ വൈകി പോയാ? പോണ്ടേ? പോണം. ഞങ്ങൾ റെഡി ആയിട്ട്. മന്മേട്ടൻ വന്നില്ല. മന്മേൻ ഇറങ്ങിയിട്ടില്ലേ? ഇല്ല. മന്മത ഇറങ്ങി, നമുക്ക് പോണ്ടേ? നമുക്കോ? നമുക്ക് എങ്ങോട്ട്? പെണ്ണാണ്, ആരോമലിന്റെ പെണ്ണാണ്. ആരാ പറഞ്ഞേ? അച്ഛൻ. എപ്പോ പറഞ്ഞു? ഇതാണ് പറഞ്ഞു. ആണോ? ഇവനിത് ഇറങ്ങാതെ ആ സമയത്തിനാട് എത്തണ്ടേ? മന്മത. അച്ഛാ, മന്മത വേഗം വാ.
എത്ര സമയമായി? സമയത്തിനടുത്തണ്ടേ? വേഗം വാ. നീ എവിടെയാ പോയി നീ? ഇയാളെ പെണ്ണുണമ്മ വാശ വിളിച്ചത് എന്താ പറയാ മോനെ, ഞങ്ങൾ ഇന്നലെ വഴിക്ക് വെച്ച് കണ്ടു. കണ്ടപ്പോ ഇങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ നിന്റെ പെണ്ണ് കാണാനായിട്ട് പോണുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു ഞാനും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. എന്ത് കഥയാണ് അച്ഛത്? എന്തിനാ ഈ നാട്ടുകാരെയൊക്കെ വിളിക്കണേ? ഇവന് പെണ്ണ് കാണാനല്ലേ പോണേ? നമ്മൾ ബന്ധുക്കളെ പോലും വിളിച്ചില്ലല്ലോ. ഞാൻ വിളിച്ചതല്ല, വന്നോട്ടെ എന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോ പിന്നെ എങ്ങനെയാ വേണ്ടാന്ന് പറയണേ നമ്മള്? അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാൽ ഒഴിവാക്കാൻ നോക്കും. എന്താടാ പറയണേ? വന്നൊരാളിനെ ഇനി എങ്ങനെ പറഞ്ഞു ഒഴിവാക്കി വിടണം? പിന്നെ അയാളെയും കൊണ്ട് പെണ്ണ് കാണാൻ പോവാനോ? വന്നല്ലേ ഇനിയിപ്പോ. അവിടുന്ന് അവര് നീ ചോദിച്ചാൽ എന്താ പറയാ നമ്മള്? നമുക്ക് എന്തായാലും പറയാം. രാഘവാൻ അച്ഛൻ വാതിൽ പൂട്ടിട്ട് വേഗം വരുവാൻ നോക്ക്. നടക്കമ്മേ. നിന്റെ മന്മഥനില്ലേ? വരും വാതില് പൂട്ടാനേ. ഇതിന് പിന്നെ എവിടെ കേറുന്നു? ഇവിടെ കേറ്, മുന്നിൽ കയറി. എനിക്ക് മന്മഥനോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ആ വാ, ഇരിക്ക് കയറി ഇരിക്ക്. രാഘവ് ആ പോവാ. ധീരന